Hello friends, Sonal Sajith YouTube channel welcome. My name is Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബാറ്ററിയാണ്. അതും ഒരു അലോവേര കറ്റാവാഴ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഒരു ബാറ്ററി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സയൻസ് ഫെയറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പൊട്ടാറ്റോയും തക്കാളിയും ഉപയോഗിച്ചിട്ട് നമ്മൾ LED എല്ലാം കത്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് കറ്റാവാഴനെ കൊണ്ട് ഒരു LED കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായി വേണ്ടത് ഇതേപോലത്തെ 4 ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് മൊത്തം കഴിഞ്ഞതാണ് ഈ 4 ബാറ്ററിൻ്റെയും. ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ കേസ് റിമൂവ് ചെയ്ത് കളയണം. അതിനായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ആറ്റം വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗം ബെൻഡായി കിട്ടും. അപ്പോൾ അങ്ങനെ ബെൻഡ് വന്നതിന് ശേഷം 2 സൈഡിലുമായിട്ട് ബെൻഡാക്കുക. അതിനുശേഷം ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ആ ബോഡി ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണും ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, ഒരു പ്രൊട്ടക്ഷനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒന്ന് എക്സോ ബ്ലേഡോ കത്തി ഉപയോഗിച്ച് അതും റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ബാറ്ററീൻ്റെ മേലെ ഒരു ക്യാപ്പ് ഉണ്ടാവും, അത് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് മെല്ലനെ റിമൂവ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ബാറ്ററീൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇനി ഈ ബാറ്ററീൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബോഡി സിങ്കാണ്, അപ്പോൾ അതാണ് ഇതിൻ്റെ ആനോഡ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ആ ബാറ്ററീൻ്റെ നടുക്കാണെന്ന ആ ഒരു ഭാഗം, ആ ഒരു കാർബൺ, അപ്പോൾ അതാണ് ഇതിൻ്റെ കാഥോഡ്, അതായത് പോസിറ്റീവ്. അത് നമുക്കൊരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് മെല്ലനെ ഒന്ന് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ആ ഒരു കാർബൺ നമ്മളിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാനെന്ന് വെച്ചാൽ ബാറ്ററി നടുക്ക് നമ്മൾ കട്ട് ചെയ്യണം, ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കരി പോലത്തെ ഒരു സാധനം കാണും, അതാണ് ഇതിൻ്റെ മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ അത് നമുക്ക് ഇതിന് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പർ പോലത്തെ ഒരു ലെയറും കൂടി കാണും, അതും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഒരു കാർബൺ റോഡും അതേപോലെ സിങ്ക് പ്ലേറ്റും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിങ്ക് പ്ലേറ്റിൽ ഞാനിപ്പോൾ ഒരു ആണി ഉപയോഗിച്ചൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ഈ കാർബൺ റോഡിൻ്റെ മേലെ ഭാഗത്തായിട്ടൊരു കട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട 2 വയറാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു റെഡും ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ റെഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർബൺ റോഡിലാണ്, അതേപോലെ തന്നെ ഈ ബ്ലൂ നമ്മൾ ഈ സിങ്ക് പ്ലേറ്റിലുമായിട്ടാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളാണ്. അതിനുശേഷം നമുക്കൊരു കറ്റാവാഴ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു അലോവേര നമ്മൾ നടുക്ക് പകുതിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളത്തെ ജെല്ലാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നേർപകുതിയാക്കി നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നേർപകുതിയായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കത്തീനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ജെല്ല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമ്മൾ മൊത്തം ഇതിൻ്റെ ജെല്ലെടുക്കണം. ഞാനിപ്പോൾ ആ അലോവേരേൻ്റെ ജെല്ല് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പാണ്. ഒന്നും കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു പേപ്പർ കപ്പാണ് എടുത്തത്. ഇനി ആ കറ്റാവാഴ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ച ആ 2 വയറ്, അതായത് ആനോഡും കാത്തോഡും ആ 2 വയറ് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് നിൽക്കാൻ വേണ്ടി 2 സൈഡിലായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് നിൽക്കാൻ വേണ്ടി ഞാനൊരു ക്ലിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിപ്പ് ഉപയോഗിച്ച് അവിടെ ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം പോസിറ്റീവ് കണക്ട് ചെയ്ത് അതേപോലെ ഇനി നെഗറ്റീവും കണക്ട് ചെയ്യണം. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം ഇനി എത്ര വോൾട്ടേജ് ഇതിൽ നിന്ന് ഔട്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. അപ്പം പോസിറ്റീവിന് തന്നെ കണക്ട് ചെയ്യുക, നെഗറ്റീവിന് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും 0.9798 ആ ഒരു ഇത് ലെവലിലാണ് നിൽക്കുന്നത്. അതായത് ഏകദേശം 1 വോൾട്ട് അടുപ്പിച്ചിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ചെറിയ വേരിയേഷനും വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വോൾട്ടേജ് ഡ്രെയിനായി പോകുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി നോക്കാം. അപ്പോൾ 0.9299 അങ്ങനെയുള്ള വേരിയേഷൻ നല്ലോണം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സംഭവം കുറച്ച് വലുതായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 ഗ്ലാസ്സോളം കറ്റാവാഴ എടുത്ത് വെച്ചിട്ടുണ്ട്, കറ്റാവാഴ ചെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട നേരത്തെ എടുത്ത ആ 2 വയറ്. ഇനി നമ്മളൊരു വയർ എടുത്തതിന് ശേഷം ഒരറ്റത്തായിട്ട് സിങ്ക് പ്ലേറ്റും കണക്ട് ചെയ്യുക, അതേപോലെ മറ്റേ അറ്റത്ത് ആ കാർബൺ റോഡും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് 3 ആവശ്യമുണ്ട് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോസിറ്റീവ്, അതായത് ആ റോഡ് കണക്ട് ചെയ്ത കാർബൺ റോഡ് കണക്ട് ചെയ്ത പോസിറ്റീവ് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എടുക്കേണ്ട ആ ഒരു വയറാണ് കാർബൺ റോഡും സിങ്ക് പ്ലേറ്റും ഉള്ളത്. അതിൽ സിങ്ക് പ്ലേറ്റിലെ ഭാഗം നമ്മൾ ആദ്യത്തെ ഗ്ലാസ്സിൽ തന്നെ ഡിപ്പ് ചെയ്ത് വെക്കുക. കാരണം ഇത് സീരീസ് കണക്ഷനായിട്ടാണ് പോകുന്നത്. ആദ്യത്തെ പോസിറ്റീവ്, പിന്നെ അത് നെഗറ്റീവ്. സിങ്ക് പ്ലേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ റോഡ് പോസിറ്റീവ്, പിന്നെ സിങ്ക് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവസാനമായിട്ട് ആ സിങ്ക് പ്ലേറ്റിൻ്റെ വയറും കൂടി കണക്ട് ചെയ്താൽ നമുക്ക് 2 സൈഡിലായിട്ട് പോസിറ്റീവും നെഗറ്റീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മൾട്ടിമീറ്റർ എടുത്ത ശേഷം ഇത് മൊത്തത്തിൽ എത്ര വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം.
അപ്പോൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ പോസിറ്റീവിനും നെഗറ്റീവിനായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ 4 ആയിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ വോൾട്ടേജ് ഡ്രെയിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ 3 ആയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നും കൂടി കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും 4 വോൾട്ട് തന്നെ കാണിക്കുന്നത്. പിന്നെയും നല്ല രീതിയിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. പിന്നെയും നല്ല രീതിയിൽ തന്നെ വോൾട്ടേജ് ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. ഇനി നമുക്കൊരു LED കണക്ട് ചെയ്ത് നോക്കാം, ലൈറ്റ് കത്തുന്നുണ്ടോ. അപ്പോൾ LEDൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ LEDയും കത്തുന്നുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ വോൾട്ടേജും കുറയുന്നുണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ്സും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ ഇത് അധിക സമയമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അലോവേര കൊണ്ട് ഇങ്ങനെയും കുറച്ച് യൂസസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു അലോവേര സെല്ല് നമുക്കിപ്പം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം വോൾട്ടേജ് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു അലോവേര സെല്ലിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ വോൾട്ടേജ് വേരിയേഷൻ ഇല്ലാണ്ട് തന്നെ മൊബൈൽ ഫോൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് അതൊന്നും നമുക്ക് നടക്കില്ല. അതെല്ലാം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഈ ഒരു അലോവേര സെല്ലിൻ്റെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഞാനുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.